بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم وأن المساجد لله فلا تدعوا مع الله أحدا. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള നാട്ടുകാരെ, ബഹുമാന്യ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത് ഒരിക്കൽ കൂടി നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങളെ വിമർശിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ സംസാരിച്ച നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് അദ്ദേഹം വീണ്ടും വരികയും സംസാരിക്കുകയും ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ ഉന്നയിക്കുന്ന, ഈ സമൂഹത്തെ ക്ഷണിക്കുന്ന ആശയ ആദർശങ്ങളെ വിശുദ്ധ ഖുർആൻ കൊണ്ടോ അതിൻ്റെ വിശദീകരണമാകുന്ന പ്രവാചക ചര്യ കൊണ്ടോ മാന്യമായ നിലക്ക് നേരിടാൻ ആ വ്യക്തിയെക്കൊണ്ട് സാധിച്ചിട്ടില്ല എന്നത് ഈ നാട്ടിലുള്ള ആളുകൾക്ക് ബോധ്യമായതാണ്. പിന്നെ മറുപടി എന്ന രൂപത്തിൽ വരികയും മാത്രമല്ല, മുജാഹിദുകളെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് അയാളെ കൊണ്ടുവന്നത് എന്നതാണ് പോസ്റ്ററിൽ നിന്നും മറ്റും മനസ്സിലായത്. മുജാഹിദ് പ്രസ്ഥാനത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ആ ഒരവസ്ഥയിൽ മുജാഹിദ് പ്രസ്ഥാനം എത്തണം. ആ ഒരവസ്ഥയിൽ മുജാഹിദ് പ്രസ്ഥാനം എത്താൻ, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ എത്തിക്കാൻ പല തവണ നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങളെ കൊണ്ട് സാധ്യമായിട്ടില്ല. നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള മറുപടി പ്രസംഗങ്ങൾ കൊണ്ടോ വാദപ്രതിവാദങ്ങൾ കൊണ്ടോ മുഖാമുഖങ്ങൾ കൊണ്ടോ അതിന് സാധ്യമായിട്ടില്ല എന്ന് നാട്ടിലുള്ള ആളുകൾക്ക് ബോധ്യമായതാണ്. എന്നിട്ട് മുജാഹിദുകളെയും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങളെയും പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണങ്ങൾ വളരെ മോശമാണ്.
എന്നത് ആമുഖമായി ഉണർത്തുകയാണ്. പിന്നെ സഹോദരങ്ങളെ, എന്തിന് ഇങ്ങനെ വീണ്ടും ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായി പലരുടെയും മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാവാം. എന്തിനാണ് വെറുതെ മുസ്ലിം സമൂഹം ഈ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്തുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്ന് നിഷ്പക്ഷതയോടെ കാര്യങ്ങൾ വിലയിരുത്തുന്ന പല ആളുകളും ചിന്തിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രിയമുള്ളവരെ, മുമ്പൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുജാഹിദ് പ്രസ്ഥാനമെന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. അതല്ലെങ്കിൽ ആ നിലക്ക് എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല എന്ന് മുജാഹിദുകൾ അതിശക്തമായി വിമർശിക്കുന്ന ആളുകൾക്ക് പോലും അറിയാവുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പരക്കമ്പാച്ചിലിനിടയിൽ, തിരക്ക് പിടിച്ച ഓട്ടങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയിരിക്കുന്ന മരണമെത്തിയാൽ പിന്നീട് ഒരൽപ്പം പോലും പിന്തിപ്പിക്കപ്പെടാതെ ആ സമയത്ത് തന്നെ മരണത്തിന് ഉത്തരം ചെയ്യേണ്ടവരാണ് നമ്മൾ എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഈ ലോകത്ത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ തിരക്കിനിടയിലാണ് നമ്മളെങ്കിൽ, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് നമ്മളെങ്കിൽ, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് നമ്മളെങ്കിലും, മരണം പിടികൂടുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ജോലിയൊന്ന് പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമുക്കറിയാമത്. എങ്കിൽ ആ മരണം നമ്മിൽ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ സലഫികൾ, മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർത്താൽ ആ മനുഷ്യന്റെ പരലോകം നഷ്ടത്തിലാണ് എന്നാണ്. അഥവാ അവൻ ശാശ്വതമായി നരകത്തിലാണ് എന്നാണ്. സ്വർഗത്തിൽ അവൻ ഒരിക്കലും പ്രവേശിക്കാൻ സാധ്യമല്ല എന്നാണ്. മറുകക്ഷി സംസാരിച്ച് വരാറുള്ളത് അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നും അതിന് ഇസ്തിഗാഥ എന്ന് പേരിട്ടുകൊണ്ട് ആ നിലക്ക് അത്തരം കാര്യങ്ങൾ നടത്താമെന്നുമൊക്കെയാണ്. ഈ വിഷയത്തിലാണ് നമ്മുടെ പ്രധാനമായി ചർച്ച നടക്കുന്നത്, അല്ലെങ്കിൽ നടന്നിട്ടുമുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ചർച്ചയിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ വേണ്ടി മുജാഹിദുകൾ മുശ്രിക്കാക്കുന്നു, കാഫിറാക്കുന്നു എന്ന മുസ്ലിയാക്കന്മാർ നാടൊട്ടുക്കും ഇറക്കാറുള്ള ഒരു നമ്പറാണ് ഇവിടെയും നമ്മുടെ അലവി സഖാഫി നേരത്തെയും ഈ കഴിഞ്ഞ തവണയും നടത്തിയിട്ടുള്ളത്. ആമുഖമായൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ എന്റെ സംസാരത്തിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ അലവി സഖാഫിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പരിചയപ്പെടാമെന്ന് പറഞ്ഞാൽ എങ്ങനെ പരിചയപ്പെടാമെന്നാണ്? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല പരിചയപ്പെടാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡ് വെച്ചുകൊണ്ട് ഇതാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ വീട്ടുപേര് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അലവി സഖാഫി ഒന്ന് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരം ആരംഭിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്കും തിരിച്ച് പരിചയപ്പെടുത്താനൊക്കെ സാധിക്കും, പക്ഷേ അതിന്റെ വേദിയല്ലല്ലോ ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു പരസ്പരം പരിചയപ്പെടുത്തേണ്ട വേദിയല്ലല്ലോ ഇത് എന്നാണ്. എന്നാൽ ഞാൻ പരിചയപ്പെടുത്തിയത് എങ്ങനെയായിരുന്നു? പ്രിയമുള്ളവരെ, ഇവിടെ വന്ന അലവി സഖാഫി എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി ഒരടിസ്ഥാനവുമില്ലാത്ത പല കാര്യങ്ങളും വളരെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളാണ് എന്നാണ്. എന്നിട്ട് അതിന് ചില ക്ലിപ്പുകൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ കേൾപ്പിച്ചിരുന്നു. അവർ പറയും, അങ്ങനെ പരിചയപ്പെടുത്തേണ്ട വേദിയല്ല ഇത്, പക്ഷെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരു രംഗമല്ലല്ലോ ഇത് എന്നാണ്. ഞാൻ പരിചയപ്പെടുത്തിയത് ഇതായിരുന്നു, എന്ത് സംഗതിയും ഇയാള് പച്ചയായി ദുർവ്യാഖ്യാനിക്കും എന്നതായിരുന്നു. ആ വിഷയങ്ങളെ ഗണ്ണിക്കുവാനോ എന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ നിജസ്ഥിതി ഇന്നതാണ് എന്ന് വിശദീകരിക്കാനോ
അലവി സഖാഫി തയ്യാറായിട്ടില്ല. ആ വിഷയത്തിൽ ആകെ തയ്യാറായത് ഒരു ആന ഫത്വയാണ്. ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് അദ്ദേഹം പറയുന്ന ഭാഗമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നെ പരിചയപ്പെടുത്താനാണ് മൗലവി ശ്രമിച്ചത് എന്ന് അദ്ദേഹം പറയുന്ന ഒരു വല്ലാത്ത പരിഭവം ഉണ്ടാക്കുന്ന ആ നിലക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്നത്, പരിഭവിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ എന്നെ ഒന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം പറഞ്ഞു, ആരാണ് ഈ അലവി സഖാഫി, ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ. നിങ്ങൾ ചിന്തിക്കണം, എന്നെ പരിചയപ്പെടുത്തലാണോ ഇവിടുത്തെ വിഷയം? അതാണോ ഇവിടുത്തെ പോയിന്റ്? അതിനുവേണ്ടിയാണോ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്? അലവി സഖാഫി ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് മുഖാമുഖങ്ങളിൽ വന്ന ചോദ്യത്തിന് ഞാൻ നൽകിയ മറുപടിയുടെ ചില ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹം താറടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എനിക്കതിൽ പരാതിയൊന്നുമില്ല. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരുപാട് ക്ലിപ്പുകളും പ്രസംഗങ്ങളും എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ എന്റെ ഈ വിലപ്പെട്ട സമയം ഈ മൗലവിയ, വഹാബി മൗലവിയെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ സമയം കളയുന്നില്ല. അതെന്റെ ലക്ഷ്യവുമല്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അതല്ല. സഹോദരങ്ങൾ, ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനോ താറടിക്കാനോ ശ്രമിച്ചോ? ഇല്ല. ഞാൻ പറഞ്ഞത് സുന്നികൾ തന്നെ അംഗീകരിക്കാത്ത, പേരോട് തന്നെ എതിർത്ത, അതുപോലെയുള്ള പല കാര്യങ്ങളും ഇയാൾ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അയാളാണ് ഇത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവാൻ വേണ്ടിയാണ്. അത് ആളുകൾക്ക് ബോധ്യമാകുന്നുണ്ട് എന്ന് മൂപ്പർക്കും ബോധ്യമാകുന്നുണ്ട്. ഇതാണ് സംഗതി. പരിചയപ്പെടണ്ടേ? നമുക്കൊന്നുകൂടെ പരിചയപ്പെടാം. ഇനിയും ഇൻഷാ അല്ലാഹ് പരിചയപ്പെടാം. എന്താണെന്നറിയോ, അന്ന് ഞാൻ വായിച്ചിട്ടില്ലാത്തൊരു സംഗതി, സുന്നികളുടെ പാഠപുസ്തകം അഥവാ ഇവരുടെ ഈ അലവി സഖാഫിയുടെ ടീമിന്റെ മദ്രസ പുസ്തകം, അവർ ഹനഫി കുട്ടികൾക്ക് വേണ്ടി ഇറക്കുന്ന പുസ്തകം, അതിൽ ദുറൂസുൽ ഇസ്ലാം അസ്സഫു സാലിസ് എന്ന് പറഞ്ഞ് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇവരിറക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ സിഫത്തു സ്വലാത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ കഴിഞ്ഞ തവണ കേൾപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. നമ്മളിത് പരിചയപ്പെടുത്തേണ്ടതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട്? ചെറിയൊരു കുട്ടികളുടെ പാഠപുസ്തകത്തിൽ ഇയാൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഇത് പറയണം. തക്ബീറിന് ശേഷം ഇടത് കൈയിന്റെ മേലെ വലത് കൈയിനാക്കിക്കൊണ്ട് പുരുഷന്മാർ പൊക്കിളിന്റെ താഴെയും സ്ത്രീകൾ നെഞ്ചിന്മേലും വെക്കണം. സ്ത്രീകൾ ഇപ്പോൾ ഇവിടെ കൈയിട്ടുണ്ട്. ഹനഫി മദ്ഹബിൽ ഇവരിറക്കുന്ന പുസ്തകത്തിൽ നെഞ്ചിന്മേലും വെക്കണം. അപ്പൊ ഇത് ഇയാളോടൊരു മുഖാമുഖത്ത് ചോദിക്കുകയാണ്. ഇയാൾ പറഞ്ഞതോ ഏതൊക്കെയോ മുഖാമുഖത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കാണ്, അതിന്റെ ഭാഗങ്ങളാണ് കേൾപ്പിച്ചത്. നിങ്ങളെ പരിചയപ്പെടുത്താൻ നിങ്ങളുടെ പ്രസംഗത്തിന് തന്നെയല്ലേ കേൾപ്പിക്കേണ്ടത്, അത് വേറെ ആൾതല്ലല്ലോ. അപ്പൊ സഹോദരങ്ങളെ, ഇതിപ്പോ എന്താണ്? പുരുഷന്മാർ പൂക്കളുടെ താഴെ, സ്ത്രീകൾ നെഞ്ചിന്റെ മേലെ ആണല്ലോ. ഇത് വെച്ചുകൊണ്ട് ഇയാളോട് ഒരു മുഖാമുഖത്തിൽ ചോദിക്കുമ്പോ അലവി സഖാഫി, ഇവിടെ വന്ന അലവി സഖാഫി, അയാൾ നൽകുന്ന മറുപടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് അത്? നിങ്ങൾ പറയും പോലെ നെഞ്ചിന്റെ മുകളിൽ കെട്ടാൻ വേണ്ടിയല്ല. പിന്നെന്താണ്? അത് ഹനഫി മദ്ഹബിൽ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമാണ്. ആദ്യം പറയുന്നുണ്ട് ഒറ്റപ്പെട്ട അഭിപ്രായം എന്തിനാ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ ഒരു സംഗതി ആ മൂപ്പര് പറയുന്നത് എന്താണ്? അത് നിങ്ങൾ പറയും പോലെ ഇങ്ങനെ നെഞ്ചിന്റെ മുകളിൽ കെട്ടാന്നല്ല. പിന്നെയോ പുരുഷന്മാർ പൊക്കിളിന്റെ താഴെയാണ് കെട്ടേണ്ടത്, സ്ത്രീകൾ അതല്ല, അതിന്റെ മേലെയാണ് വെക്കേണ്ടത് എന്നാണ് അതിന്റെ ആശയം. പൊക്കിളിന്റെ മേലെ നെഞ്ച. ആലോചിച്ചോളൂ നിങ്ങള്. ഈ സഖാഫി അറബി മലയാളത്തിൽ എഴുതിയ 3ാം ക്ലാസ്സിലെ കുട്ടികളെ പുസ്തകത്തിൽ ഇമ്മട്ടം തിരിമറി നടത്തുമ്പോ വലിയ കിതാബിലൊക്കെ എത്ര നടത്തുന്നുണ്ടാവും നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. വല്യുഖസ്മാലം യുഖൽ എന്ന് പറഞ്ഞ പോലെ ബാക്കി ഖിയാസ് ആക്കിക്കോളൂ, കേട്ടോളൂ. എന്റെ കയ്യിലുള്ളത് സുന്നത്ത് മാസികയുടെ കോപ്പിയാണ്. 2000 ജനുവരി മാസത്തിലാണ്, 2006
2006 ജനുവരി മാസത്തിലെ സുന്നത്ത് മാസിക. അതിലെ ബഹുമാനപ്പെട്ട കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഇന്നലെ ഇവിടെ പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ ഉത്തരം. ഹനഫി മദ്ഹബിലെ സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ കൈവെക്കേണ്ടത് എവിടെയാണെന്ന് വിശദീകരിക്കണം. നെഞ്ചിന്മേൽ വെക്കണമെന്ന് മദാഹിബുൽ അർബയിൽ കാണാമല്ലോ, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതിന് ബഹുമാനപ്പെട്ടവരുടെ മറുപടി: ഹനഫി മദ്ഹബിൽ നിസ്കരിക്കുമ്പോൾ കൈ കെട്ടേണ്ടത് പൊക്കിളിന്റെ താഴെയാണ്. അതിൽ പുരുഷനും സ്ത്രീയും തുല്യരാണ്. മദാഹിബുൽ അർബയിൽ ചില സ്ഥലത്ത് മുജാഹിദിന്റെ വാദങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നെഞ്ചത്ത് കൈവെക്കണം എന്ന് കാണുന്നത്. ആ വാദം ശരിയല്ലെന്ന് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചതാണ്. ഇത് ഉസ്താദ് അംഗീകരിക്കുന്നുണ്ടോ എന്നറിയാം. ശരിയാണ്. മദാഹിബുൽ അർബഅ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് 4 മദ്ഹബിൽപ്പെട്ട ഒരു മദ്ഹബും അംഗീകരിക്കാത്തയാളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം. അതുകൊണ്ട് തന്നെ അതിൽ എഴുതിയ കാര്യങ്ങളിൽ പലതും അസംബന്ധങ്ങളുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതിന് ഉപചോദ്യമാര് ഞാൻ ചോദിക്കുന്നത്, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ദുറൂസുൽ ഇസ്ലാം 3ാം ക്ലാസ്സിലേക്ക് ഹനഫി ഫിഖ് പഠിപ്പിക്കുന്ന ദുറൂസുൽ ഇസ്ലാം എന്ന് പറയുന്ന നിങ്ങളുടെ പാഠപുസ്തകത്തിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. ആ 3ാം ക്ലാസ്സിലേക്ക് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് നിയമം അടിച്ചിട്ടുണ്ട്. അതിൽ സിഫത്തു സ്വലാത്ത് അദ്ദർസു സാനി വല്ലി ഷുറൂന എന്ന് പറഞ്ഞ പാഠത്തെ പഠിപ്പിക്കുകയാണ്. തക്ബീറിന് ശേഷം ഇടതു കൈയിന്റെ മേൽ വലതു കൈയിനെ ആക്കിക്കൊണ്ട് പുരുഷന്മാർ പൊക്കിളിന്റെ താഴെയും സ്ത്രീകൾ നെഞ്ചിന്മേലും വെക്കണം. അപ്പൊ മുജാഹിദിന്റെ വാദം നിങ്ങളെ മദ്രസാ പാഠപുസ്തകത്തിന് കടന്ന് കൂടിയോ എന്നാണ് സംശയം. അത് നിങ്ങൾ ധരിച്ചിടത്തുള്ള പെശകാണ്. അതായത് നെഞ്ചിന്റെ മുകളിൽ കൈകെട്ടുക എന്ന മുജാഹിദ് ആശയമല്ല അവിടെ ആ പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർക്കണം നിങ്ങൾ. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹനഫി പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുള്ള ഒരു വീക്ഷണമാണത്. എല്ലാ പണ്ഡിതരുടെയും അഭിപ്രായമല്ല, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആ വീക്ഷണം നെഞ്ചിന്റെ മുകളിൽ മുജാഹിദ് കെട്ടുന്ന ഈ കെട്ടിനെ കുറിച്ചല്ല ആ പറഞ്ഞത്. ഹനഫികൾക്കിടയിൽ ഒരു മസലയുണ്ട്. എന്താണെന്നറിയോ? ഹനഫി മദ്ഹബ് അനുസരിച്ച് കൈ കെട്ടേണ്ടത് പൊക്കിളിന്റെ താഴെയാണ് പുരുഷന്മാര് കെട്ടേണ്ടത് എന്നാണ് അവരുടെ വീക്ഷണം. പുരുഷന്മാർ, സ്ത്രീകളാണെങ്കിൽ അതല്ല, അതിന് മുകളിൽ കെട്ടുക എന്ന് കുറിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പറയുന്ന ഒരു ഉദ്ധരണിയാണ്. അല്ലാതെ മുജാഹിദ് കെട്ടവർ ഇവിടെ കൊണ്ടുപോയി കെട്ടണം എന്നല്ല. അത് ഒരു ഹനഫി ഇമാമും പറഞ്ഞിട്ടില്ല. കണ്ടല്ലോ നിങ്ങള്, പുരുഷന്മാർ പൊക്കിളിന്റെ താഴെയാണ് കൈ കെട്ടേണ്ടത്, സ്ത്രീകളോ അതല്ല അതിന്റെ മേലെയാണ്. ഇത് നാട്ടുകാർക്ക് മനസ്സിലാവൂലേ? ഇത് അറബി മലയാളത്തിലാണ്, 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ പുസ്തകമാണ്. അപ്പൊ വല്യ കിതാബിന്റെ കഥ പിന്നെന്താവും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇത് എല്ലാവർക്കും അറിയാം. എന്താ സ്ത്രീകൾ നെഞ്ചിന്മേൽ വെക്കണം എന്ന് പറഞ്ഞ അറബി മലയാളത്തിലാണ് പറഞ്ഞ് എഴുതിയത്. അതിൽ പോലും ഇമ്മട്ടം തിരിമറി നടത്തുമ്പോ ബാക്കിയുള്ളതിലൊക്കെ ഈ മുസ്ലിയാരെ കഥ എന്താകും എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഈ വന്ന അലവി സഖാവി വ്യക്തിപരമായി ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അതിനല്ല, അത് ആ നിലക്കല്ല ഞാൻ പരിചയപ്പെടുത്തിയത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മറ്റൊന്ന്, പരിചയപ്പെടുത്തുന്ന വലിയ വേഷമാണ്, പക്ഷെ നാട്ടുകാർ മനസ്സിലാക്കണത് നല്ലതാണല്ലോ. ഞാൻ ആവർത്തിക്കുകയാണ്, വ്യക്തിപരമായിട്ടല്ല ഞാൻ പറയുന്നത്. എന്തിനാണ് ഈ നിലക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? അത് ചിന്തിക്കണ്ടേ? നോക്കൂ, തഫ്സീർ റാസി, ആ റാസിയിലെ ഒരു ഇബാറത്ത് മുമ്പ് വായിക്കുകയാണ്. എന്താണെന്ന് ശരിക്കും ശ്രദ്ധിക്കണം. ഏതെങ്കിലും ദർസിലൊക്കെ ഓതുന്നവരോ പിന്നെ ഓതിയവരോ ഓതി കൊടുക്കുന്നവരോ കണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനാണ് എന്താണെന്നറിയോ? റാസി മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്താ? അന്നഹും വലഉ ഹാദിഹിൽ അസ്നാമ വൽ ഔസാന അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം. ആ മക്കത്തെ മുശ്രിക്കുകൾ എന്താ ചെയ്തത്? വലഉ ഹാദിഹിൽ അസ്നാമ വൽ ഔസാന, ഈ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഒക്കെ അവർ സ്ഥാപിച്ചു. എങ്ങനെയാണ്? ശരിക്കും ശ്രദ്ധിക്കണം. അലാ സുവരി അംബിയാഇഹിം, അവരുടെ അംബിയാക്കളുടെ രൂപത്തിൽ, വഅകാബിരിഹിം, അവിടെ നേതാക്കന്മാരുടെ രൂപത്തിൽ. അകാബിരിഹിം, അതാ ശ്രദ്ധിക്കണ്ടേ, അവരുടെ നേതാക്കന്മാരുടെ രൂപത്തിൽ. എന്നിട്ട് മക്കയിലെ മുശ്രിക്കുകളായ ആളുകള് അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ച് ഈ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് അവർക്ക് നേർച്ചകൾ അർപ്പിച്ച് അങ്ങനെ അവയെ ആരാധിച്ച സന്ദർഭത്തിൽ അവർ വിശ്വസിച്ചെന്താണ്? ഫഇന്ന ഉലൈകൽ അകാബിറ യകൂനൂന ശുഫആഅ ലഹും ഇൻദല്ലാഹ്. ഫഇന്ന ഉലൈകൽ അകാബിറ, ആ നേതാക്കന്മാർ, ആ അകാബിർ, യകൂനൂന ശുഫആഅ ലഹും ഇൻദല്ലാഹ്, അവരിവർക്ക് അല്ലാഹുങ്കൽ ശുപാർശക്കാരാകും. എന്താണ്?
ആരാകും? ബിംബങ്ങളാകുന്നല്ല, മറിച്ച് ഫഇന്ന ഉലൈകൽ അകാബിറ, ആ നേതാക്കന്മാര് ഇവർക്ക് അല്ലാഹുങ്കൽ ശുപാർശക്കാരാകും. ഇതാണ് തഫ്സീർ റാസിയിലുള്ളത്. മുസ്ലിയാർ അർത്ഥം പറയുമ്പോൾ ശ്രദ്ധിക്കണം. അകാബിർ എന്നുള്ളതിന് മൂപ്പർ എന്താ അർത്ഥം പറയുന്നത് എന്താണെന്നറിയോ? രണ്ട് സ്ഥലത്ത് അതിൽ അകാബിറുണ്ട്. ഒന്ന്, അവർ ഈ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും അകാബിറിന്റെ അവിടെ നേതാക്കന്മാരുടെ രൂപത്തിൽ സ്ഥാപിച്ചു. അവിടെ മൂപ്പര് നേതാക്കന്മാർ എന്ന് തന്നെ അർത്ഥം പറയും. പിന്നെ കുറച്ചപ്പുറത്തെത്തിയാലോ ഫഇന്ന ഉലൈകൽ അകാബിറ, ആ നേതാക്കന്മാർ അല്ലാഹുങ്കൽ ശുപാർശ പറയും, അല്ലാതെ വിഗ്രഹങ്ങൾ എന്നല്ല മക്കത്തെ മുശ്രിക്ക് വിശ്വസിച്ചത്. ഇതാണ് റാസി പറയുന്നത്. പക്ഷെ അവിടെ ഉപരം ചെയ്യും, ആ ബിംബങ്ങളും വിഗ്രഹങ്ങളും അല്ലാഹുങ്കൽ ശുപാർശ പറയും എന്നാക്കി തഫ്സീർ റാസി ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ മുഖാമുഖത്തിൽ വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞാൽ വിഷമാവെങ്കിൽ അത് ഞാൻ പ്രയോഗിക്കുന്നില്ല. ആ നിലക്കുള്ള എന്ത് ആശയത്തിൽ പദം നിങ്ങൾ വെച്ചോ അത് മൂപ്പര് ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അകാബിറിന് മുമ്പ് രണ്ട് സ്ഥലത്ത് അർത്ഥം പറയും. എന്താണ് ഞാൻ പറഞ്ഞല്ലോ? ദർസിലൊക്കെ ഓതുന്നവരോ ഓതിയവരോ ഓതി കൊടുക്കുന്നവരൊക്കെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ശ്രദ്ധിക്കുക. അർത്ഥം അതിന് തുല്യമായത്. ഏതിന് തുല്യമായത്? ഏതിന് തുല്യമായത്? അതെന്നെ മുമ്പ് പറഞ്ഞിട്ട് ഇമാം റാസി, അന്നഹും മക്കയിലെ മുശ്രിക്കുകൾ വളഉ ഹാദിഹിൽ അസ്നാമ, ഈ ബിംബങ്ങളെ അവർ വെച്ചു, വൽ ഔസാന, വിഗ്രഹങ്ങളെയും, അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം, അംബിയാക്കളുടെയും അവരുടെ നേതാക്കളുടെയും രൂപത്തിലായിട്ട് വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും സ്ഥാപിച്ചു മക്കയിലെ മുശ്രിക്കുകൾ. എന്നിട്ട് ഇമാം റാസി പറയുകയാണ്, മക്കയിലെ മുശ്രിക്കുകൾ വാദിക്കുകയും ചെയ്തു, അന്നഹും അവര് മതസ്തഗലൂ ബിഇബാദത്തി ഹാദിഹി തമാസീലി, ഈ ബിംബങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും ആരാധിക്കൽ കൊണ്ട് ജോലിയായാൽ, അതായത് ബിംബങ്ങൾക്കും ഈ വിഗ്രഹങ്ങൾക്കും ആരാധിച്ചാല് ഈ ബിംബങ്ങളും വിഗ്രഹങ്ങളും അവർക്ക് അള്ളാഹുവിന്റെ അരികിൽ ശുപാർശ ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു. എന്താ പറഞ്ഞത്? ഈ വിഗ്രഹങ്ങളും ബിംബങ്ങളും അള്ളാഹുവിൽ ശുപാർശ ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു. അവർ വിശ്വസിച്ചിട്ടില്ല. റാസി അത് പറഞ്ഞിട്ടുമില്ല. നിങ്ങളുടെ പച്ചയായ ദുർവ്യാഖ്യാനമാണ്. അതാ ഞങ്ങൾ ഈ സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നത്, അല്ല നിങ്ങളെ വ്യക്തിപരമായിട്ടല്ല. നിങ്ങളിതാ ഈ 3ാം ക്ലാസ്സിലെ ബുക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്ന നിങ്ങള് റാസിയുടെ തഫ്സീറും ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. പരിചയപ്പെടുത്തണ്ടേ? ഇങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തു. ശരിക്കും മനസ്സിലാക്കണം, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തപ്പോ എന്താ? ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും രൂപത്തിൽ അവരെന്തു ചെയ്തു? കല്ലുകളെയും വിഗ്രഹങ്ങളെയും അല്ല അമ്പിയാക്കളുടെയും നേതാക്കളുടെയും രൂപത്തിൽ കല്ലുകളെയും ബിംബങ്ങളെയും ഉണ്ടാക്കി. എന്നിട്ട് അവർ വിശ്വസിച്ചു, ഈ കല്ലുകൾക്ക് ഈ ബിംബങ്ങൾക്ക് ആരാധന നടത്തിയാൽ, നോക്കണേ, ഈ ബിംബങ്ങൾക്ക് കല്ലുകൾക്ക് ഇബാദത്ത് ചെയ്താൽ, അതിന് സുജൂദ് ചെയ്താൽ, അതിനോട് ദ്വാരന്നാല്, അതിനോട് പ്രാർത്ഥിച്ചാൽ അവകൾ നമുക്ക് ശുപാർശ ചെയ്യും എന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. അതിനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ആരാധനല്ലേ? വരട്ടെ. ഇത് മക്കയിലെ മുശ്രിക്കുകളുടെ ഒരു വിഭാഗത്തിന്റെ പരിപാടിയാണ്. ഇത് റാസി ഇമാം പറഞ്ഞാല് അപ്പൊ ഇതാണ് കഥ. എന്താ അകാബിർ എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം മൂപ്പർക്ക് അറിയാം. നേതാക്കന്മാരെന്നോ മഹാന്മാരെന്നൊക്കെ എന്റെ അർത്ഥം. അത് മൂപ്പർ ആദ്യം പറഞ്ഞു. അവിടെ പറഞ്ഞാൽ കുഴപ്പമില്ല. പിന്നല്ലോ അടുത്ത വാചകത്ത് പറഞ്ഞാലോ ഫഇന്ന ഉലൈകൽ അകാബിർ, ആ നേതാക്കന്മാര്, അതായത് ഇബ്രാഹിം നബിന്റെ പേരിൽ രൂപത്തിൽ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ആ ഇബ്രാഹിം നബിയുടെ പേരുണ്ടാക്കിയ വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചാല് ഈ വിഗ്രഹം ശുപാർശ പറയുന്നല്ല ഒരു വിശ്വസിച്ചത്, ഇബ്രാഹിം നബി ശുപാർശ പറയുന്നതാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞാൽ ആളുകൾക്ക് കാര്യം മനസ്സിലാവും. അതില്ലാതിരിക്കാൻ മൂപ്പര് റാസിയിലങ്ങ് മാറ്റം വരുത്തി, അർത്ഥത്തിൽ മാറ്റം വരുത്തി. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു വ്യക്തിപരമായിട്ടല്ല പരിചയപ്പെടുത്തുന്നത്, ആദർശപരമാണ്. മനസ്സിലാക്കണം. എന്താ മുനമ്പത്തെ ബീവിന്റെ ജാറം എല്ലാവർക്കും അറിയാലോ. എന്താ മുനമ്പത്തെ ബീവിന്റെ ജാറത്തിന്റെ പ്രത്യേകത? അത് ഏതാണ് ആള് എന്ന് പോലും ആർക്കും അറിയില്ല. എന്നിട്ടോ പാട്ടുണ്ടാക്കി. എന്താ? ഓരും പേരും അറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല. ഊരേതാ അറിയില്ല, എന്നതാ പേര് അറിയില്ല. എന്നിട്ട് ആകെയുള്ള പോലീസ് എന്താ?
വെളിയങ്കോടും മരക്കാളി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാനേരൊക്കെ പറ്റ നാട്. ആകളുടെ പോരിശന്ത വെളിയങ്കോടും മരക്കാളി കുഞ്ഞിമരക്കാർ ഷഹീദോര് തുടങ്ങിയ മഹാന്മാരൊക്കെ ജനിച്ച നാട്ടിലാണല്ലോ ഈ ജഡവുമെന്ന് അടിഞ്ഞത്. ആകളുടെ പോരിശയാണ്. എന്നിട്ട് ആ നിലക്ക് പാട്ട് വരെ ഉണ്ടാക്കി. ഈ നിലക്കുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു മസലയാണ് ഇനി അലവി സഖാഫി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതിന് പേരോട് സഖാഫി മറുപടിയും പറയാൻ പോകുന്നത്. എന്താണെന്നറിയോ? ആദ്യം അലവി സഖാഫി പറയാണ്, ഈ ഒരു ഷെയ്ഖിനെ നമ്മൾ തുടരുമ്പോ അയാൾ ആരാണ്, അയാൾ ദീനിയായ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്ന ആളായിരുന്നോ എന്നതൊക്കെ നമ്മൾ അറിയണം. ഇത് മുമ്പ് ആദ്യം പറയാം. ശരിയാണ്, അത് പറയും. എന്നിട്ട് അടുത്ത ചോദ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ മുനമ്പത്തെ ബീവിയുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് അറിയില്ലല്ലോ. അതിന് മൂപ്പര നല്ല രസകരമായ മറുപടി ഉണ്ട്. ശേഷം പേരോണ്ട് ചുട്ട മറുപടി ഉണ്ട്. ഒക്കെ നമുക്ക് കേൾക്കാം. ആദ്യം മൂപ്പര് ഷെയ്ഖിനെ തുടരുമ്പോ ഷെയ്ഖ് ശരീഅത്ത് പാലിക്കുന്ന ആളാണെന്ന് അറിയണം എന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ. അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ അത് സ്വീകരിച്ചുകൊണ്ടും അത് പാലിച്ചുകൊണ്ടുമാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് ബന്ധപ്പെടാം. അവരുമായി നമുക്ക് അവരെ പോയി സന്ദർശിക്കുന്നതിന് കുഴപ്പമില്ല. ശരീഅത്തിന്റെ നിയമങ്ങളൊന്നുമില്ല, സ്കാരമില്ല, നോമ്പില്ല, മറ്റില്ല. അന്യ സ്ത്രീകളുമായി കൂടിക്കലരുന്നു, അന്യ സ്ത്രീകളുമായി തൊടുന്നു, തലോടുന്നു, അവരുമായി കൈപിടിച്ചു പോകുന്നു, ഇങ്ങനെയുള്ള ബയ്യത്ത് നടത്തുന്നു, ഒട്ടേറെ തെറ്റുകൾ. ഇങ്ങനെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്ത ആളുകളാണെങ്കിൽ അവർ യഥാർത്ഥ ശൈഖല്ല, യഥാർത്ഥ വലിയുമല്ല എന്നാണ് പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് അതിന്റെ മറുപടി. അതിന്റെ മറുപടി അതാണ്. ഇനി അടുത്ത എന്താ ചോദ്യം? എന്ത് ഇങ്ങനെയാണ്? ഇപ്പൊ ഈ ആൾക്കാർ നമുക്ക് അറിയില്ലെങ്കിൽ എന്താ ചെയ്യാ? മുനമ്പത്തെ ബീവിനെ പറ്റി യാതൊരു വിവരവും ഇല്ലല്ലോ. എന്നിട്ട് ചോദിക്കാനുള്ള പറയണ്ടേ, ഇനി എനിക്കറിയില്ലെങ്കിൽ പറഞ്ഞെന്നാ മതി. അറിയില്ല എന്നാണ് എന്റെ ധാരണ. ഏതായിരുന്നാലും അത് അറിയില്ലല്ലോ. അപ്പൊ തുടരാൻ പറ്റുമോ? അപ്പോ അലവി സഖാഫി 3ാം ക്ലാസ്സിലെ ബുക്കിൽ ദുർവ്യാഖ്യാനം ചെയ്ത റാസിയുടെ തഫ്സീർ ദുർവ്യാഖ്യാനം ചെയ്ത ആ അലവി സഖാഫിന്റെ അതേ അടുത്ത ദുർവ്യാഖ്യാന മറുപടി എന്താണെന്നറിയോ? അത് മഹാന്മാരായ ആളുകള്, നല്ല ആളുകൾ നല്ലതായി കാണുന്നുവെങ്കിൽ അത് നല്ലതാണ്. ഖൈറു സ്വലാഹിന്റെ ആളുകളൊക്കെ അത് നല്ലതായി കാണുന്നുവെങ്കിൽ, അവരങ്ങോട്ടൊക്കെ സിയാറത്ത് ചെയ്യുന്നുവെങ്കിൽ അത് നല്ലതായി പരിഗണിക്കണം. ശേഷം പേരോട് പറയും, മുനമ്പത്തെ ജാറോ നമുക്ക് ഒരു യാതൊരു ബന്ധവും ഇല്ല. ആദ്യം അലവി സഖാഫി പറയട്ടെ. ഈ ശരീഅത്ത് നിയമം ജീവിതത്തിൽ പകർത്തുന്നവരെ ആണ് അംഗീകരിക്കാൻ പാടുള്ളൂ എന്നാണ് ഉസ്താദ് പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പുതുവല്ലാണി മുനമ്പത്തെ ബീവി എന്ന പേര് അറിയപ്പെടുന്ന ആ സ്ത്രീ എവിടെയാണ്, ഏത് നാട്ടുകാരിലാണ്? എന്റെ അറിവ് മനസ്സിലായ മുസ്ലിമാണോ എന്ന് പോലും തെളിയിക്കപ്പെടാനുള്ള ഒരു മാധ്യമം ഇവിടെ ഉണ്ടെങ്കിൽ അത് പറയണം. ഞാൻ അത് അറിയാൻ പറ്റുന്നത്. അവരുടെ ഇന്നത്തെ അവസ്ഥ, അല്ലെങ്കിൽ അത് വലിയ മഹത്വമുള്ള സ്ത്രീയാണെന്ന് എന്താണ് തെളിവ്? ഈ പറഞ്ഞ മാനദണ്ഡം ആ സ്ത്രീക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അറിയാൻ പറ്റണം. അവരുടെ നാട്, അവരുടെ കുടുംബം, അവരുടെ ജീവിത ചുറ്റുപാട് അതൊന്നും ഇതുവരെ ലഭ്യമല്ല. എന്റെ അറിയില്ല, എന്തോന്ന് എനിക്കറിയില്ല. അപ്പൊ അതിന്റെ ഒരു വിശദീകരണം ഉണ്ടല്ലോ. മഹാനായ അബ്ദുൽ വഹാബ് ഷഹറാനി ഇമാമ് ഒരു ഉപമ പറയുന്നു. ചില ആളുകളെ കുറിച്ച് മഹാത്മാവാണോ അല്ലേ എന്ന് നമുക്ക് അറിയുന്നില്ല. പക്ഷേ ആ മഖ്ബറയിലേക്ക് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ, ഉലമാക്കൾ, അതുപോലെ തന്നെ ഖൈറു സ്വലാഹിന്റെ ആളുകൾ അവർ അവിടെ വല്ലാതെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആളെ കുറിച്ചൊന്നും അറിയില്ല. അവരെല്ലാവരും അവിടെ സിയാറത്ത് ചെയ്തു വരുന്നുമുണ്ട് എങ്കിൽ ആ മഹാത്മാവാണ് എന്നതിന്റെ തെളിവാണത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഹറാനി മഹാനവറുകൾ രേഖപ്പെടുത്തിയത് കാണാം. എങ്ങനെയുണ്ട്? ആദ്യം മൂപ്പര് പറഞ്ഞതിന് നേരെ എതിര് അല്ലേ? ഇനി പേര് ഇപ്പൊ ഇയാൾ പറഞ്ഞെന്താണ്? അപ്പൊ അങ്ങനെ ഈ മുനമ്പത്തെ ബീവിന്റെ ജാറത്തെ കുറിച്ചും നമുക്ക് അറിയില്ല, ആളറിയില്ല, ഹിസ്റ്ററി ഒന്നും അറിയില്ല. എങ്കിലും ആ സിയാറത്ത് മഹാന്മാര് പോണോണ്ട് നമുക്ക് പോകാം. എന്നാ പേരോട് സഖാഫി പറയാണ്, മുനമ്പത്തെ ബീവിന്റെ ജാറും നമ്മൾ വല്ല ബന്ധമുണ്ടോ? ഇല്ല. വല്ല ബന്ധമുണ്ടോ? ഇല്ല. കേട്ടോളൂ. എന്നാ ഈ മുനമ്പത്തെ ജാറോ നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. എന്നാ ഈ മുനമ്പത്തെ ജാറോ നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. എന്നാ ഈ മുനമ്പത്തെ ജാറോ നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. ഇതാണ് കഥ. ഇവർ തമ്മിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആനന്ദ ഞാൻ കേൾപ്പിച്ചിരുന്നല്ലോ അല്ലേ? അപ്പൊ സഹോദരന്മാരെ, ഇതാണ് ഇതിന്റെ ഓരോന്നിന്റെ കഥ. എന്നിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞത് തന്നെ. ഞാൻ പറയുള്ളൂ വ്യക്തിപരമായി, ഞാൻ ഇത് അലവി സഖാഫിന്റെ ഐഡന്റിറ്റി കാർഡ് ഇവിടെ കാണിച്ചാണ്ടല്ലോ ഈ പറയുന്നത്. മറിച്ച് ഇതാ ആദർശരംഗത്ത് ഇങ്ങനെയാണ്. എന്ത് പേരോട് എതിർക്കുന്ന വിഷയം വരെ ഇയാൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ന്യായീകരിക്കുന്നുണ്ട്.
ജനങ്ങളെ കബളിപ്പിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ ഭാഗം അതുപോലുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ തവണയും കേൾപ്പിച്ചത്. ഇനിയോ ആനഫത്വ എന്താ സംഗതി? അലവി സഖാഫിയുടെ ഓടുള്ള ചോദ്യത്തിന് മൂപ്പര മറുപടിയാണ് ആനക്ക് എന്താ കുഴപ്പം? ആന പാടില്ല എന്ന് ഖുർആനിലോ ഹദീസിലുണ്ടോ? പിന്നെ ചെണ്ടനെ പറ്റി ആദ്യം ചോദിച്ചു. നടു ഇടുങ്ങിയതാവാൻ പാടില്ല, അല്ലാത്ത ഉപയോഗിക്കാം, അല്ല ഫത്വയാണ്. അപ്പൊ ഇത് വെച്ച മൂപ്പര് പറയാണെന്ത്, അത് പിന്നെ അവിടെ എവിടെയെങ്കിലും പറഞ്ഞ ആ ചോദ്യത്തിന് അവിടെയല്ലേ പറയേണ്ടത്, ഇവിടെയാണോ? സഖാഫി, നമ്മൾ ഇവിടെ പറഞ്ഞ എന്തിനാ? നിങ്ങളെ സ്വഭാവം അതാന്ന് ആൾക്കാർക്ക് മനസ്സിലാവണം. നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ആൾക്കാർക്ക് അറിയണ്ടേ? അതുകൊണ്ട് കല്ലച്ചാൽ ജനങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? എന്ത് കാര്യം? എന്തായാലും അലവി സഖാഫി ദുർവ്യാഖ്യാനം നല്ലോ ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യായില്ലേ? അതിന് തന്നെയാണ് കേൾപ്പിച്ചത്. വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ആ നിലക്കുള്ള പരാമർശം ഞാൻ നടത്തിയിട്ടില്ലല്ലോ. അത് നമ്മുടെ ഉദ്ദേശവും അല്ല. ഇനി സഹോദരങ്ങളെ, ഉപരി പറഞ്ഞു ഈ ചേറ്റുവ ആ ഉറൂസിനെ അവിടെ ആന വരുന്നുണ്ട്, അതിനെ നമ്മൾ എതിർക്കുന്നുണ്ട്, പട്ടാമ്പി നേർച്ച എതിർക്കുന്നുണ്ട്. ചോദിക്കട്ടെ, ആ ചേറ്റുവ ചന്ദനക്കുടം ഉറൂസില് അവിടെ ഉപയോഗിച്ച ചെണ്ട ഏത് സഖാഫി? നിങ്ങൾ പറയണം, നിങ്ങൾ വരൂ പറയണം. ഏത് ചെണ്ടയാ? നിങ്ങൾ പറഞ്ഞ നടു കുടുങ്ങിയതല്ലാതെ എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞ ആ സിഫാത്തുള്ള അതേ ചെണ്ടയാണ് അവിടെ ഉപയോഗിച്ചത്. ഒന്ന്, അതുപോലെ തന്നെ ആനയും ആ നിലക്കുള്ള ആന തന്നെയാണ് അവിടെയും ഉപയോഗിച്ചത്. ഇനി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ആ ഫത്വ നിങ്ങൾ പിൻവലിക്കുന്നോ? നന്ന് കല്ലച്ചാലിലെ പരിപാടിയാണ്, അങ്ങനെങ്കിലും വെച്ചുണ്ടാവട്ടെ. പിൻവലിക്കുമെങ്കിൽ അത്രയും നന്ന്. ഇനി നിങ്ങൾ മൂപ്പര് വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിച്ചതാണ്. അതിനെ സംബന്ധിച്ച് മൂപ്പര് ഇവിടെ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ. മൗലവി എന്ന ഈ മൗലവിയെ നിങ്ങൾ വീണ്ടും കൊണ്ടുവരികയും വേണം, എന്നിട്ട് ഇതിന് മറുപടി പറയണം. അലവി സഖാഫി ആനക്ക് ഫത്വ കൊടുത്ത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആനനെ കുറിച്ച് പറഞ്ഞു കൊടുത്താ പറയേണ്ടത്. ഞാൻ അങ്ങനെ ഫത്വ കൊടുത്തതും പ്രസംഗിച്ചതും എത്ര ഉണ്ട്? 300ഓളം വരുന്ന മുഖാമുഖങ്ങൾ നടത്തില്ല. അതിൽ പറഞ്ഞതൊക്കെ എല്ലാം കൂടി പ്രസംഗിക്കാനാണ് നിങ്ങൾ ഇവിടെ വരുന്നത്. അതൊക്കെ നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ഇവിടെ അപ്പൊ 300ഓളം മുഖാമുഖം നടത്തിയിടുന്നു. അപ്പൊ ബാക്കിയുള്ളതിന്റെ കഥ പറയും വേണ്ട. ഇതിന്റെ കഥ തന്നെ ഇപ്പൊ ഇങ്ങനെ ഇക്കോലത്ത് 300, 600 നടത്തിയപ്പോ അതിന്റെ കാര്യം കഷ്ടം തന്നെയാണ്. ഈ ജാതികൾ 300 നടത്തിയിട്ട് എന്താ കാര്യം സഖാഫി? ആൾക്കാർ അവൻ കൂടി കൂട്ടി മനസ്സിലാക്കുക. അത് ശരി, ഇങ്ങനെ ഇപ്പൊ ബാക്കിയുള്ളതിനും കഥ അല്ലേ? 1-2 കണ്ടപ്പോ കോലതാണല്ലോ, ആൾക്കാരെ മനസ്സിലാക്കും. എന്നിട്ട് അവിടെ അല്ലേ പറയണ്ടത്? ഇവിടെ എന്തിനാ പറഞ്ഞത്? നിങ്ങൾ ഈ നിലക്ക് പച്ചയായി ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനാണ്. ഇനിയോ ആ ആനഫത്വയും പേരോട് എതിർക്കുന്നതും ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആന മനുഷ്യരെ കൊല്ലുന്നു, എന്ത് തോന്നിവാസം അക്ബർ തോന്നിയാസം എത്ര കാലമായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. ഹാർട്ട് അറ്റാക്കിന്റെ അസുഖമുള്ളവർക്കെല്ലാം ബേജാറായി പോകും. ചിലർക്കെല്ലാം ഉറക്കൽ സ്വപ്നം കാണും. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ബേജാറുള്ളവരൊന്നും നോക്കണ്ട. പെണ്ണുങ്ങളും നോക്കണ്ട, കാരണം ബേജാറായി പോകും. ഒരു കുഴപ്പമില്ല. ഊപ്പർ ചോദിക്കുക, പേരോട് മറുപടി പറയാ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ഇയാൾ ഫത്വ കൊടുത്തോണ്ടല്ലേ നമ്മൾ ഇടുന്നത്, അതുകൊണ്ടല്ലേ നമ്മൾ കേൾപ്പിക്കുന്നത്. അപ്പൊ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ മൂപ്പരോട് പറഞ്ഞ വലിയ സംഗതി എന്താണ്? നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, മൗലവിമാർക്ക് ചോദിക്കാം, സാധാരണക്കാർക്ക് ചോദിക്കാം, എല്ലാവർക്കും ചോദിക്കാം. പക്ഷെ മുജാഹിദീങ്ങളോ ചോദിക്കാൻ അയക്കൂല, ഓലമാതിരല്ല നമ്മളെ പരിപാടി. അതിന്റെ കാരണം ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് മൂപ്പര് പറയുന്ന ഭാഗം, ആ പറഞ്ഞ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ഇത് സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡമാണോ ഈ രാജ്യത്ത് ചിന്തിക്കുന്നവരില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഈ പ്രസംഗത്തിൽ ഞങ്ങളുടെ പരിപാടിയിൽ മുനീർ മൗലവിയോ അയാളെ ഇവിടെ വലിയ മൗലവിമാർ, അയാൾക്ക് ഷീട്ട് കൊടുക്കുന്ന മൗലവിമാരുണ്ട്. അയാൾ സാധുവാണ്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരും നിങ്ങൾക്ക്. അയാൾക്ക് വേണ്ടി സംസ്ഥാന ഓഫീസിൽ നിന്ന് ഷീട്ട് കൊടുക്കുന്ന മൗലവിമാരുണ്ട്. ആ മൗലവിമാരോ ഏത് വിധം മൗലവിമാരോ പ്രവർത്തകരോ മുജാഹിദുകളോ ആണെങ്കിൽ അവർക്ക് കടന്നു വരാം, ചോദിക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. നിങ്ങളെ രോമത്തിന് പോറലേൽക്കൂല, ആ കാര്യം ഞാനേറ്റു ഇൻഷാ അല്ലാഹ്. അത് ഒരു സംശയവുമില്ല. അങ്ങനെ വന്ന് ചോദിച്ച് വിഷയങ്ങൾ തീരുമാനിക്കുമ്പോഴല്ലേ കാര്യങ്ങൾ ധാരണയാവുള്ളൂ, വിഷയങ്ങൾ പരിഹാരമാവുകയുള്ളൂ. ഇതാണ് ഞങ്ങളുടെ സുതാര്യമായ നിലപാട്, ഞങ്ങൾ എല്ലായിടത്തും പറയാറുള്ള നിലപാട്. കഴിയുമോ മുജാഹിദിന്? കഴിയില്ല. അവ എന്താ പറഞ്ഞത്? അവിടെ മുനീർ മൗലവിക്ക് വരാ, വലിയ മൗലവിമാർക്ക് വരാ, ആർക്കും വരാ, രോമത്തിന് പോലും ഒരു കുഴപ്പമുണ്ടാവില്ല, സുതാര്യമായ പരിപാടി. അപ്പോ
നമ്മളിപ്പോ അങ്ങനെ ചീട്ട് കിട്ടിയാണ്ടൊക്കെ പറയാ ഏതായാലും വെക്കുക. എന്നാ തന്നെ അതിന്റെ മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അലവി സഖാഫി നിങ്ങൾക്കില്ല എന്ന് കല്ലച്ചാല ജനങ്ങൾക്ക് ബോധ്യമായതാ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആയത്തുണ്ടെങ്കിൽ ആയത്ത് ഉദ്ധരിക്കേണ്ടതായിരുന്നു. ഹദീസ് ഉണ്ടെങ്കിൽ സ്വഹീഹായതുണ്ടെങ്കിൽ ഉദ്ധരിക്കാമായിരുന്നു. എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വലിയ പണ്ഡിതന്മാരുടെ മുമ്പിൽ നിൽക്കക്കള്ളി അത്രയും നിങ്ങൾക്കുണ്ടാവില്ല എന്നത് കല്ലച്ചാല ജനങ്ങൾക്ക് വരെ ബോധ്യമായതാണ്. ഇരിക്കട്ടെ, ഇനി മൂപ്പര സംസാരത്തിന് വന്നത് എന്താണ്? രോമത്തിന് പോലും കുഴപ്പമുണ്ടാവില്ല. അപ്പൊ എന്തൊക്കെ അങ്ങനെ കുഴപ്പമുണ്ടാണ് സംഗതി ഉണ്ടല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? രോമത്തിന് പോലും കുഴപ്പമുണ്ടാവില്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടല്ലേ? അതാണ് നിങ്ങൾ വേദിക്ക് വന്നുള്ള അവസ്ഥ അല്ലേ? ആളുകൾ തിരിച്ചറിയട്ടെ. പിന്നെ സുതാര്യമായ നിലപാട് നോക്കുക. നമ്മൾ ആ സുതാര്യത ഒരു രംഗം നിങ്ങൾ കാണും. മൂപ്പരോട് ചോദിക്കുകയാണ്. അപ്പൊ ചോദിക്കുമ്പോ ഒരു പ്രായമുള്ള ആളാ ചോദിക്കുന്നത്. ആ ചോദ്യത്തിനിടയിൽ മൂപ്പര് ഈ ചോദിക്കുന്ന മുജാഹിദ് പ്രവർത്തകന് അദ്ദേഹം ചില ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു. ആ സന്ദർഭത്തിൽ അവസാനം അലവി സഖാഫി നിക്കക്കള്ളി ചെയ്യേണ്ടി പറയണത് അതൊന്നും നടക്കൂല കാക്ക. അപ്പൊ ഈ ചോദിക്കുന്ന ആൾ പറഞ്ഞു ഞാൻ നിർത്തിയാണ്. കാരണം ഇപ്പൊ നിങ്ങൾ കാക്കാന്നൊക്കെ വിളി തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് വിളിക്കുക. എന്താ പറയണെങ്കിൽ കേൾക്കാം. അതൊക്കെ വിളി തുടങ്ങും. അപ്പൊ ഇയാൾ ന്യായീകരിക്കുക. 3ാം ക്ലാസ്സിലെ ബുക്ക് ന്യായീകരിച്ച ആളല്ലേ, പിന്നെ ബാബാക്ക് ന്യായീകരിക്കുന്ന പണിയല്ലോ. ഉപ്പർ പറയാം ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയിൽ കാക്ക എന്ന് പറഞ്ഞ ബഹുമാനത്തോടെ വിളിയാണ് കേട്ടോ. ആ കാക്ക എന്നുള്ള ടോണ് കേട്ടാ അറിയാം ബഹുമാനാണോ തഅലീമാണോ അതല്ല അനാദരിക്കലാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇയാൾ ദുർവ്യാഖ്യാനത്തിന്റെ കഥ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ. അതിനാണ് ഇപ്പൊ നമ്മളെ ഇന്ദുന്നുള്ള ആയത്തെ എവിടെ എത്തി എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ പ്രശ്നം. ഇന്ദുന്നുള്ള ഞാൻ പറഞ്ഞു ഞങ്ങള് ഞാൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് ആയത്തോതി പാടുണ്ട് എന്നുള്ള ഒരായത്തോതാൻ ഞാൻ ഒരുപാട് സമയമായി വെല്ലുവിളിക്കുന്നു. ആയത്തോതി നിങ്ങൾ ആയത്തോതി ഏതാ ആയത്തിൽ എവിടെ അതെനിക്കറിയില്ല. ഞാൻ ആയത്തിയാ ഓദിക്കണ്. അങ്ങനെ ഞാൻ ഓതി ഞാൻ ഓദിക്കണ്. ആയത്തിലെവിടെ അതെവിടെ എനിക്കറിയില്ല. ആയത്തിയാ ഓതി. അതൊന്നും നടക്കൂല കാക്ക. പഴയ കാലത്തെ ഭാര്യയല്ലല്ലോ. ഇപ്പൊ നമ്മളെന്ത് തെങ്ങളി പറഞ്ഞു. മനുഷ്യന്മാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ. ഇതൊക്കെ ഇപ്പൊ മനുഷ്യന്മാരോട് പറയാൻ പറ്റും. നിങ്ങൾ വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ഇത് രണ്ടാളൊന്ന് ചോദിച്ചിട്ട് തീരുമാനിച്ചിട്ട് നിങ്ങൾ വേറെ ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത ചോദ്യത്തിന് കൊടുക്കാൻ വേറെ ആൾക്ക് കൊടുക്കുക. അല്ലാതെ കളവ് പറയാൻ പറ്റില്ല. വേറൊന്നും വെറുതെ ഇങ്ങനെ വാഴ്ന്നു പറഞ്ഞിട്ട് ആളുകൾക്ക് വിരസത അനുഭവം. നമ്മൾ ഈ സഭാത്തൊന്നും നമ്മൾ സാധാരണ അനുവദിക്കാറില്ല. നിങ്ങളെ വയസ്സ് മാനിച്ച് ഞാൻ അങ്ങനെ ചെയ്ത ആ കൊടുത്തോളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ല കാരണം എന്താ കാക്കാന്നൊക്കെ വിളി തുടങ്ങി. ഇനി നായിന്റെ മോനെ എന്നൊക്കെ വിളിക്കാനുള്ള ഉത്തരം മുട്ടുമ്പോ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഞാൻ മലപ്പുറം ജില്ലക്കാരൻ. കാക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ബഹുമാനിച്ച് പറഞ്ഞൊരു പദാട്ടോ. സുബ്ഹാനല്ല, ആരും തെറ്റിദ്ധരിക്കും. എങ്ങനെയുണ്ട്? ഓ കാക്ക എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയില് ബഹുമാനിച്ച് വിളിക്കണ പദാണ്. അങ്ങനെ വിളിക്കൽ. പക്ഷെ ഇതേതാ? അതൊന്നും നടക്കൂല കാക്ക. നല്ല ബഹുമാന അല്ലേ? ആരോടാ കളി പറയണത്? ഇത് മലപ്പുറം ജില്ലല്ലേ? ഇത് കല്ലച്ചാലല്ലേ? ഇത് മലപ്പുറം ജില്ലല്ലേ? ആൾക്കാർക്ക് അറിയില്ലേ ഇത്? ഈ കാക്കാന്റെ ട്യൂൺ എന്താണ്? എന്നിട്ടോ സുതാര്യമായ നിലപാട്, ഒരു പോറലും ഒരുക്കൂല അല്ലേ? ഇതാണ് സഖാഫി നിങ്ങളുടെ തനി നിറമെന്ന് ഈ നാട്ടുകാര് മനസ്സിലാക്കട്ടെ. അതിനാ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് വിഷമുണ്ടാവും അറിയാ. തെലിക്കാലം ക്ഷമിക്കല്ല, നിർവാഹില്ല. ഇനി എന്താ മുജാഹിദീങ്ങളെ വേദിയിൽ ചോദിക്കാൻ സമ്മതിക്കാത്തത്? വലിയ പരാതി അല്ലേ? എന്നാ കേട്ടോ, കാഞ്ഞങ്ങാട് വെച്ച് മുജാഹിദ് പ്രവർത്തകര് മുഖാമുഖം സംഘടിപ്പിച്ചപ്പോ അത് മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ കുറെ ആളുകൾ കലക്കി. അവസാനം പോലീസ് വന്നുള്ള റബ സർഫാക്കിയപ്പോൾ ആൾക്കാർ പിരിഞ്ഞു പോണ്. ആ കോലത്തിലാണ് കഥ. എന്തുകൊണ്ട്? മുജാഹിദുകൾ ഇവിടെ പിന്നെ കല്ലച്ചാലായതുകൊണ്ടല്ലേ, നല്ല നാടായതുകൊണ്ടല്ലേ. ചിലയിടത്തോളൊക്കെ ആണെങ്കിൽ ഇത്ര റൗണ്ട് തന്നെ പോകാൻ സമ്മതിക്കോ? ഇല്ലല്ലോ. ഇവിടെ നല്ല നാടായതുകൊണ്ട്, കല്ലച്ചാലായതുകൊണ്ട്, ചിന്തിക്കുന്ന മനുഷ്യന്മാർ നാട്ടിലുള്ളതുകൊണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാർ നാട്ടിലുള്ളതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല എന്ന് മാത്രം. എന്നിട്ട് മൂപ്പർ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്, ജനങ്ങൾ ജനകീയ വിചാരണ നടത്തണം. കുറെ പൂതിയൊക്കെ മൂപ്പർ മനസ്സിലുണ്ട്. മുസ്ലിയാരെ, ഇത് കല്ലച്ചാലാണെന്ന് നിങ്ങൾ ഓർക്കണം, മറന്നു പോകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്.
ഏതായിരുന്നാലും ഇയാള് നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ കാഞ്ഞങ്ങാട് വെച്ച് മുജാഹിദ് പ്രവർത്തകർ മുഖാമുഖം സംഘടിപ്പിച്ചപ്പോ എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നില്ല എന്നല്ലേ, സംഘടിപ്പിച്ചപ്പോ അത് കൊളമാക്കാൻ കലക്കാനാണ് മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. ആ രംഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. എല്ലാവരും അടങ്ങിയിരിക്കുക, ആരും ബഹളമുണ്ടാക്കരുത്, എല്ലാവരും ശാന്തരായിരിക്കുക, എല്ലാവരും ശാന്തരായിരിക്കുക. ദയവ് ചെയ്ത് ആരും തന്നെ ബഹളമുണ്ടാക്കരുത്, ആരും തന്നെ ബഹളമുണ്ടാക്കരുത്. ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇവിടെ സ്റ്റേജിലുണ്ട്, അവരിതാ നിങ്ങളോട് നിർദ്ദേശം നൽകുന്നു. മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും ഇവിടെ ശാന്തരായിരിക്കുക, മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും ഇവിടെ ശാന്തരായിരിക്കുക. ശാന്തരായിരിക്കുക. ആരാണ് കസായത്തരൻ? പ്രിയമുള്ള സുന്നി പ്രവർത്തകന്മാരോട് പിരിഞ്ഞു പോവുക, പ്രിയമുള്ള സുന്നി പ്രവർത്തകന്മാരെ പിരിഞ്ഞു പോവുക. ഞങ്ങൾ ചോദിക്കാൻ സൗകര്യത്തിലൂടെ ആളുകളുണ്ട്. പോലീസ് ഒന്നുള്ള അറബ സർഫാക്കുക. അതാണ് കഥ. അപ്പൊ അങ്ങനെ ഒരു കസേല എറിയാനും വെറുതെ പോലീസിന് തല്ലുള്ളാനും അങ്ങനെ പരിപാടി സംഘടിപ്പിക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചാളി. അപ്പൊ ഇതൊക്കെയാണ് ഇവരെ ചില നമ്പർ. തൽക്കാലം ആൾക്കാരൊന്ന് സമാധാനിപ്പിക്കണം. ഓ നമ്മൾ എന്തു ചോദിച്ചാലും നേരിടാൻ തയ്യാറാണ്, ഓ മുജാഹിദീങ്ങളോ അതിന് റെഡിയല്ല. അത് ആൾക്കാർ മുമ്പിൽ വരുത്തി തീർക്കാനുള്ള ബാലിശമായ ചില വാദങ്ങൾ മാത്രമാണ് മുസ്ലിയാക്കന്മാർ ഈ നടത്തുന്നത്, അലവി സഖാഫ് ഇവിടെയും നടത്തിയത് എന്ന് പ്രിയമുള്ളവരെ ആമുഖമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ വിഷയത്തേക്ക് വരാം. എന്താണ് ഞങ്ങൾ പറഞ്ഞത്? മുജാഹിദുകൾ എവിടെയും പറഞ്ഞിട്ടുള്ളത് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ്, അല്ലേ? അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അതിന് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഏതെങ്കിലും ഒരു പ്രവാചകൻ തന്റെ വിഷമത്തിന്റെ, പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ സമയത്ത് മുമ്പ് കഴിഞ്ഞുപോയ മറ്റൊരു പ്രവാചകനോട് തേടിയതായി ഉദ്ധരിക്കാമോ? ഈ കല്ലച്ചാല ജനങ്ങള് അലവി സഖാഫി വന്നിട്ട് നിങ്ങൾ കേട്ടോ അദ്ദേഹം പറഞ്ഞത്, ഇതാ ഇന്ന പ്രവാചകൻ ആ പ്രവാചകന് മുമ്പ് കഴിഞ്ഞ ഇന്ന പ്രവാചകനോട് തേടിയിരിക്കുന്നു, ഇതാ ഖുർആനിലെ ആയത്ത് എന്ന്, സ്വഹീഹായ ഹദീസ് എന്ന് കേട്ടില്ല. കേൾക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? കഴിയില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരോട് അഖിലവും റഹ്മാനായ റബ്ബ് പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരിൻ. നബിയേ, നിങ്ങൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അഖില പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകുമെന്ന് അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എങ്ങനെയാണ് ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇസ്തിഗാഥ ചെയ്യുക? ചെയ്തില്ല. എങ്ങനെയാണ്
ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിളിച്ചു തേടുക, ചെയ്തില്ല. എങ്ങനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നൂഹ് നബിയോട് ഇസ്തിഗാസ ചെയ്യുക, ചെയ്തിട്ടില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് ഇസ്തിഗാസ ചെയ്യും, ചെയ്തിട്ടില്ല. ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഒന്നാമത്തെ ആ വിഷയത്തിൽ പറയാനുള്ള കാര്യം ഇതാണ്. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രവാചകനോട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രവാചകൻ ഇസ്തിഗാസ ചെയ്തതായി ഖുർആൻ കൊണ്ടോ സ്വഹീഹായ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ സാധ്യമല്ല. അത് പറയുമ്പോൾ അഡ്വാൻസ് ആയി ഞാൻ പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ മുമ്പ് കഴിഞ്ഞു പോയ ചില പ്രവാചകന്മാരെ അള്ളാഹു ജീവിപ്പിച്ചു കൊടുത്തു. ആ സംഭവമുണ്ട്. ആ പ്രവാചകന്മാരോട് ചോദിക്കാൻ പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കാം. അത് നമുക്ക് തർക്കത്തിലുള്ളതല്ല. എന്താണ്? ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് ഇസ്രാഓ മിഅ്റാജോ ഉണ്ടായെന്ന് സങ്കല്പിക്കണ്ടാവില്ല. സപ്പോസ് അപ്പോ ഏതെങ്കിലും പ്രവാചകനെ കണ്ടു എങ്കിൽ വല്ല വിഷയം ചോദിക്കാന്നല്ലാതെ ഇസ്രാ മിഅ്റാജിന്റെ സംഭവം തെളിവാക്കാൻ പറ്റൂല. ഇത് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോ ഒന്നാമത്തെ കാര്യം അതാണ്. മുസ്ലിയാർ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ അതല്ലെങ്കിൽ ആ നിലയ്ക്ക് ഈ ആശയത്തെ എതിർക്കാനോ ഇനി വരുന്നുവെങ്കിൽ ചിന്തിച്ചോളൂ. ഏതെങ്കിലും ഒരു പ്രവാചകൻ ആ പ്രവാചകൻ മുമ്പ് കഴിഞ്ഞുപോയ മറ്റൊരു പ്രവാചകനോട് തേടിയതായി ഖുർആൻ കൊണ്ടോ സ്വഹീഹായ ഹദീസ് കൊണ്ടോ നിങ്ങൾ തെളിയിക്കണം. സംവാദത്തിൽ പരാജയപ്പെട്ടു, ഞാൻ കേൾപ്പിക്കാം. സംവാദത്തിൽ മുജാഹിദികൾ പരാജയപ്പെട്ടു. ആരാ പറഞ്ഞത്? അബ്ദുസ്സലാം സുല്ലമി. ഇപ്പോ ആലുവ നടന്ന സംവാദത്തില് മുജാഹിദികൾ പരാജയപ്പെട്ടു എന്ന് അബ്ദുസ്സലാം സുല്ലമി എഴുതിയിരിക്കുന്നു. ഉഷാറായിട്ട് തെളിവ് ഉഷാറായിട്ട്. എന്നിട്ട് മൂപ്പരനെ പറയാണ് കൊട്ടപ്പുറം സംവാദത്തിലും മുജാഹിദികൾ തോറ്റു എന്ന് അതേ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഉറപ്പായി. എന്താ? കൊട്ടപ്പുറ സംവാദത്തിൽ നിങ്ങൾ തോറ്റു, നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണല്ലോ. അതിൽ സലാം സുല്ലമി ഞങ്ങൾ തോറ്റു എന്ന് പറയുകയാണ്. പിന്നെ ഇതിൽ എന്തായാലും തോറ്റുണ്ടാവില്ലെന്ന് ഉറപ്പല്ലേ? അതിൽ ഞങ്ങൾ ജയിച്ചു നിങ്ങൾ തോറ്റത് നമുക്ക് എല്ലാവർക്കും ഉറപ്പാ. പിന്നെ അതിൽ തോറ്റു എന്ന് സലാം സുല്ലമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ എന്തായാലും അത് തോറ്റുണ്ടാവില്ല എന്നുള്ളത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഞാൻ വരുന്നുണ്ട്. അത്തരം ഈ പ്രസ്ഥാനത്ത് പോയ ആളുകളുടെ ചില വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് അയാൾ ഇവിടെ സംസാരിച്ചത്. കഴിഞ്ഞ തവണ ഞാൻ സംസാരിച്ചപ്പോ ഈ അവർക്കിടയിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു മയ്യത്ത് നിസ്കാരത്തിന്റെ വിഷയം പറഞ്ഞു, അതിന് മുമ്പ് വന്നിട്ടുമില്ല. അത് ഗ്രൂപ്പ് പ്രശ്നം പറയാനല്ല, മറിച്ച് ആദർശപരമായ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇവിടെ മുമ്പ് ചെയ്ത സലാം സുല്ലമിന്റെ ക്ലിപ്പ്, പിന്നെ സക്കരിയ സുലായി ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ചില ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇടിയിച്ചത് കൊണ്ട് ചിലതൊക്കെ നമുക്ക് ഇന്ന് ഇവിടെ ഇടേണ്ടി വരും, നിങ്ങൾക്ക് കാണേണ്ടി വരും എന്നും കൂടെ സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥനയില്ല. അമ്പിയാക്കളൊക്കെ അല്ലാഹുവോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഈ നാട്ടിലെ സാധാരണക്കാരോട് ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, പ്രിയമുള്ളവരെ, മുഹയ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റസൂലെ കാക്കണേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടല്ലോ, യാ റസൂലല്ലാ യാ ഹബീബല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള തേട്ടം ഖൗമദിന് ആമീൻ പറയുന്നത് അല്ലേ? ഇതുപോലെ ഒരു തേട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവരുടെ മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകനോ മുമ്പത്തെ പ്രവാചകന്മാർ നടത്തിയോ? ഇല്ല. ഇനി ഖുർആൻ പരിചയപ്പെടുത്തിയ കുറെ ഔലിയാക്കളുണ്ട്. ആ ഔലിയാക്കളെ പറഞ്ഞ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചോ? ഇല്ല. നോക്ക് നിങ്ങള്, അസ്ഹാബുൽ കഹ്ഫ് ജീവിതത്തിൽ കുറെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായ ഔലിയാക്കന്മാരാ. ആ ഔലിയാക്കന്മാരുടെ പ്രയാസത്തിന്റെ സമയത്ത് ഒരിക്കലെങ്കിലും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് രക്ഷ തേടിയിരുന്നുവെങ്കിൽ, പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ, ഇസ്തിഗാസ ചെയ്തിരുന്നുവെങ്കിൽ മുസ്ലിയാക്കന്മാർ ഈ പറയുന്നതിന് അത് തെളിവാക്കാമായിരുന്നു. പക്ഷെ ചെയ്തില്ല. ഖുർആൻ പഠിപ്പിച്ചതോ റബ്ബനാ എന്ന് പറഞ്ഞവർ ദുആ ചെയ്തു എന്നാണ്. ഞങ്ങൾ പറയുന്നത് അവർ ദുആ ചെയ്ത പോലെ റബ്ബന എന്നും പറഞ്ഞ്, റബ്ബി എന്നും പറഞ്ഞ്, അല്ലാഹുമ്മ എന്നും പറഞ്ഞ് അല്ലാഹുവോട് മാത്രം ദുആ ചെയ്യണമെന്നാണ്. നിങ്ങൾ ചിന്തിക്ക്, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മാർഗത്തിൽ ആവണമെന്നാണ് ഞങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞതെന്താ? വഅന്നൽ മസാജിദ ലില്ലാഹ് വലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അവന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ.
റസൂലേ നിങ്ങൾ പറയണം ജനങ്ങളോട്, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, വലാ ഉശ്രികു ബിഹി അഹദാ, മറ്റാരോടെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ റബ്ബിൽ ഞാൻ ആരെയും പങ്കു ചേർക്കില്ല. ഇത് പറഞ്ഞോളൂന്നാ. അപ്പൊ അലവി സഖാഫി പറഞ്ഞെന്താ അറിയോ? എങ്കിൽ ഈ ആയത്ത് കൊണ്ട് മഹാന്മാരോട് സഹായം തേടുന്ന എതിരാണ് തെളിയിക്കാമോ? തെളിയിക്കുകയാണെങ്കിൽ ഈ പണി നമ്മൾ നിർത്തും. അങ്ങനെ എങ്ങനെ വലിയ 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 വായിലെ ബടായി മൂപ്പരവാശി പറഞ്ഞ സഹോദരങ്ങളെ, 3ാം ക്ലാസ്സിലെ കുട്ടികളെ ബുക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആക്ക് ആയത്ത് ഓതി കൊടുത്ത അയാൾക്ക് മതിയാവോ? നിങ്ങളെന്താ വിചാരിച്ചേ? അതൊക്കെ ആൾക്കാരെ പൊട്ടീസാക്കൽ ചില ബടായികൾ മാത്രാണ്. 3ാം ക്ലാസ്, അതും അറബിയിലല്ല, അറബി മലയാളത്തിലാ. ആ ബുക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആക്ക് പിന്നെ അള്ളാന്റെ കലാമ് ദുർവ്യാഖ്യാനം ചെയ്യാൻ വലിയ പണി ഉണ്ടാവോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ അതാ സംഗതി. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ്, അതുപോലെ ഖുൽ ഇന്നമാ അദഉ റബ്ബി പോലെയുള്ള ആ ആയത്തുകളുണ്ടല്ലോ, അള്ളാഹുവോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ. ആ ആയത്ത് മഹാന്മാരായ അംബിയ ഔലിയാക്കന്മാരോടും അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് എതിരല്ല എന്ന വാദം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെളിയിക്കാമോ? നിങ്ങൾക്ക് അംബിയ ഔലിയാക്കന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് ഇത് എതിരല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാമോ? അതാ നിങ്ങൾ തെളിയിക്കേണ്ടത്. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു പറഞ്ഞത്. അവിടെ അമ്പിയാക്കന്മാരെയോ ഔലിയാക്കന്മാരെയോ ഒഴിവാക്കിയിട്ടില്ല. അമ്പിയാക്കൂടെ ആവാമെന്ന് പറഞ്ഞില്ല, ഔലിയാക്കൂടെ ആവാമെന്ന് പറഞ്ഞില്ല. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്നാ പറഞ്ഞത്. എങ്കിൽ ഇബ്രാഹിം നബിയോട് നടത്തുമെന്നല്ല പറഞ്ഞത്, ഇസ്മായിൽ നബിയോട് നടത്തുമെന്നല്ല പറഞ്ഞത്, അല്ലാഹുവോട് മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ കാര്യവും കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ ഉണ്ടായ വലിയ ചർച്ച എന്താണ്? നമ്മൾ കാഫിറാക്കുന്നു എന്നാണ്. എന്നിട്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ കുറച്ച് ക്ലിപ്പിട്ടു. അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, അതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങൾ ആക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കാസിമിയെ നിങ്ങൾ എന്താ ചെയ്യാ? എന്നിട്ട് കാസിമിയുടെ ചില ക്ലിപ്പിട്ടിരുന്നു. അപ്പോഴോ കാസിമി ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വരാം. അതിനു മുമ്പ് മൂപ്പര് നമ്മോട് പറയണത്, പിന്നെ ഇവിടെ മുജാഹിദ് ബാലുശ്ശേരിന്റെ ക്ലിപ്പിട്ടപ്പോ അതിന് പകരം കാസിമിന്റെ ക്ലിപ്പാട്ടത്, നിങ്ങൾക്ക് മുജാഹിദ് ബാലുശ്ശേരിന്റെ ഓരോരോ ക്ലിപ്പിട്ട് മറുപടി അറിയാൻ കഴിയുമോന്നാ. എന്നിട്ട് മൂപ്പരോ കാസിമിന്റെ ഓരോ ക്ലിപ്പിട്ട് മറുപടി അറിഞ്ഞില്ല. ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ? അങ്ങോട്ട് മാത്രം കിടക്കുക, ഒന്ന് അങ്ങനെ മറ്റേ കൊങ്ങനെ. അത് പറ്റുമോ? തരക്കടില്ല. മൂപ്പര് കാസിമിന്റെ ഓരോ ക്ലിപ്പും ഇവിടെ ഇട്ടിട്ട് എന്നിട്ട് പറയണം മുജാഹിദ് ബാലുശ്ശേരി ഇതുപോലെ മറുപടി പറയണം. അതുകൊണ്ട് ഇനി വരുമ്പോ അത് പറയണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാസിമി എന്തെല്ലാമാണ് പറഞ്ഞത്? മുസ്ലിങ്ങളിൽ ശിർക്ക് വരുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവര് ശിർക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുസ്ലിയാർ നടത്തിയ ഒരു ന്യായീകരണം, ഒരു ദുർവ്യാഖ്യാനം എന്താണെന്നറിയോ? ചിലപ്പോ കാസിമിയും കൂടെ ഓർത്തുണ്ടാവില്ല. മൂപ്പര് പറയാണ്, അത് യുക്തിവാദത്തിലേക്ക് ആളുകൾ പോകുന്നുണ്ട്, യുക്തിവാദികളുണ്ട്, അതിനെ സംബന്ധിച്ചാണ്. അതുപോലെ റിദ്ദത്ത്, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ മുർത്തദ്ദായി പോകുന്ന വിഷയമുണ്ട്. ഇതൊക്കെയാണ് കാസിമി പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. മെമ്പറായിട്ടുള്ള ആളുകൾ കുഫറിന്റെ ശിർക്കിന്റെ പ്രവർത്തനം നടത്താൻ പാടില്ല, അതിലാർക്കും തർക്കമില്ല. അത് കിതാബ് ഓതിയ ആളുകൾക്ക് അറിയാം. കിതാബു റിദ്ദത്ത് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണും, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണും, തുഹഫയിൽ കാണും, ഫത്ഹുൽ മുഈനിലുണ്ട്, നിഹായയിലുണ്ട്, എല്ലാ കിതാബിലുണ്ട്. എന്താ? ചില കാര്യങ്ങൾ ചെയ്ത ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നു. അവർ ഇസ്ലാമിൽ നിന്ന് ആരൊക്കെയോ പുറത്തു പോവുകയും ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. ചില പുതിയ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ, അതുപോലെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് പലരും മുർത്തദ്ദായി പോകുന്നുണ്ട്. ഞങ്ങൾക്കതൊക്കെ അറിയാം. അതാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത്. അതാ ഇപ്പൊ കാസിമി പറഞ്ഞത്, എന്ത് യുക്തിവാദികളായി പോകുന്നുണ്ട്, അതേപോലെ മറ്റേതായി മറിച്ചതായി പോകുന്നുണ്ട് എന്നാണ്.